ഹലോ ഗൈസ്, എല്ലാ മലയാളി കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് പെഗീസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് മാത്രമല്ല നമ്മൾ ഹാലിഫാക്സിൽ നിന്ന് മൊത്തം ചുറ്റിക്കറങ്ങാണ്. ഇന്ന് നമ്മുടെ ഡേവിഡിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിന്റെ ഡേ 1 ആണ്. സോ നമ്മൾ എല്ലായിടത്തും അടിച്ചു പൊളിച്ച് കറങ്ങാൻ പോവാണ്. സോ ഇന്നത്തെ വ്ളോഗിൽ മൊത്തം അതായിരിക്കും നമ്മൾ കാണിക്കുന്നത്. സോ അതാ ഇവരെയൊക്കെ കാണിക്കട്ടെ. ഫ്രീ കിട്ടിയ കണ്ണട ഒരാളുണ്ട് അവിടെ. ഫ്രീ കിട്ടിയ കണ്ണടയുമായി അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ടീം ഹോട്ടൽസിലായിരുന്നു. എല്ലാവരും കോഫിയും ഐസ് കോഫിയും ചായയൊക്കെ മേടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ആണെങ്കിൽ ഒരു അമ്മച്ചീനെ ഒരു പപ്പനും കണ്ടു. അവരാണെങ്കിൽ ഭയങ്കര വർത്താനം. എന്തിനു വന്നാണ്, എന്താ പരിപാടി, നിങ്ങൾ എത്ര പേരാ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളും കുറേ ജോക്സൊക്കെ അടിച്ചു. കുറേ ജോക്സ് ഒന്നും മനസ്സിലായില്ല. എന്തായാലും മനസ്സിലായ ജോക്സിനൊക്കെ നമ്മളെല്ലാവരും ചിരിച്ചു. അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പപ്പനും അമ്മമായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണ ചെറുക്കൻ്റെ നിർബന്ധപ്രകാരം നമ്മൾ ബിഗ് ഡോഗ്സ് ഒക്കെ കേട്ട് ഒരു 10 വട്ടമെങ്കിലും ഈ പാട്ട് കേട്ടു കേട്ടോ. എന്തായാലും ആ പാട്ടൊക്കെ കേട്ട് നമ്മൾ അടിച്ചു പൊളിച്ച് പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് പെഗീസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു റിയൽ കനേഡിയൻ സൂപ്പർ സ്റ്റോറിൽ നിർത്തി കേട്ടോ. എന്തിനാന്നുള്ളത് നിങ്ങൾ കാണും. ഇപ്പോൾ എന്താണിത്? വ്ളോഗിലിടല്ലേ കേട്ടോ, വ്ളോഗിലിടരുത്, ഭയങ്കര നടക്കട. ഇതിന്റെ വീഡിയോ എടുക്കണേ. അങ്ങനെ ഒരു 40-45 കിലോമീറ്ററോളം ഈ ബബിൾസും ഡാൻസും പാട്ടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നല്ല കോടമഞ്ഞ്, നല്ല ഒരു വൈബുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടത്. വൈഫ് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. താങ്ക് യു ഫോർ യുവർ വൈഫ്. താങ്ക് യു. യു ആർ വെൽക്കം. സോറി. താങ്ക് യു. അങ്ങനെ നമ്മൾ പെഗീസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല ഇവിടെ നല്ല മഴയുണ്ട്, നല്ല കോടയുണ്ട്. നമ്മുടെ നാട്ടിൽ അതന്നെ കൊടൈക്കനാൽ ഇടുക്കിയൊക്കെ പോലെ ഒരു സെറ്റപ്പാട്ടോ. നല്ല കാലാവസ്ഥ, മൂന്നാറൊക്കെ പോലെ ഉണ്ട്. സ്ഥലങ്ങളെ വൈബുണ്ട്. അയ്യോ മുന്നിൽ അമ്പലായി. നടക്കും. നമ്മളെവിടെ പരിപാടി ഏൽപ്പിച്ചാലും എന്താണ് ഇങ്ങനെ. എല്ലാം നനയാൻ ഇനി ഒന്നും ബാക്കിയില്ല. അമ്മാതിരി നനയാണ്. ഈ സംഭവം സെറ്റപ്പാടോ. നല്ല വിശാലമായി കിടക്കുന്ന കടല്. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്ത് നമ്മളവിടെ നേരെ ഒരു മലയാളിക്കടയിൽ പോയി. അവിടെ നിന്ന് ഒരു ചട്ടിച്ചോറ് വാങ്ങി. എൻ്റെ ഫുഡ് ആദ്യം വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ കൈയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരല്ലാതായിട്ട് കൈയിട്ട് വരും. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. നീ ബ്രേസർ പോലത്തെ സാധനം ഇട്ടിട്ട് എങ്ങനെയുണ്ട് നിനക്ക്? നാളെ ഇടുക. ഞങ്ങൾ പെട്ടെന്ന് എവിടെ എത്തിയെന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു ബീച്ചിലാണ്. ലോറൻസ് ടൗൺ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. ഇതൊരു കോബിൾ ആൻഡ് സാൻഡ് ബീച്ചാണ്. അതായത് ഉരുണ്ട കുഞ്ഞു പാറക്കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബീച്ചാണ്. അതുമാത്രമല്ല മണലും ഉണ്ട്, പക്ഷേ കൂടുതലും കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കാൻ. നമ്മുടെ കാലിൻ്റെ ഇടയിലൊന്നും മണലൊന്നും കയറുന്നില്ല. അത് മാത്രമല്ല ഈ ബീച്ചിൽ സർഫിംഗ് ഉണ്ട്. സോ നിങ്ങൾക്ക് സർഫ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് വന്ന് സർഫ് ചെയ്യാം. നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ലാപ്സ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എത്ര പെട്ടെന്നാണ് അവിടുത്തെ കാലാവസ്ഥ മാറിയെന്ന്. ഞങ്ങളിങ്ങനെ വന്നപ്പം ഭയങ്കര മഞ്ഞും മൂടലൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടുത്തെ കാലാവസ്ഥ മാറി. സണ്ണ് പുറത്ത് വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ബീച്ചിലൂടെയൊക്കെ നടന്നു കഴിഞ്ഞ് ഡേവിഡിന് ഭയങ്കര ആഗ്രഹം ഡെഡ് പൂൾ കാണുന്നു. അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറി. അതോടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഇവിടെ പൂർത്തിയാണ്. ഇനി ഉറങ്ങിക്കഴിഞ്ഞ് നാളെയാണ് ബാക്കി കലാപരിപാടികൾ. Sit back and enjoy. നമ്മളിന്ന് 2ാമത്തെ ദിവസമാണ്
ഹാലിഫാക്സിൽ. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡേവിഡിൻ്റെ റിഹേഴ്സലാണ്, അതായത് കല്യാണത്തിൻ്റെ റിഹേഴ്സൽ. കേട്ടോ, കല്യാണ ചെറുക്കൻ ഉറങ്ങാതെ ഷോക്ക് അടിച്ചിരിക്കുന്നുണ്ടോ? ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം നമ്മൾ ഡേവിഡിന്റെ റിഹേഴ്സൽ സ്ഥലത്ത് എത്താൻ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു കനേഡിയൻ വെഡിങ് നടത്തുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും കനേഡിയൻ വെഡിങ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ റെഫർ ചെയ്യേണ്ടതാണ്. ഗൈസ്, നമ്മൾ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്, കമ്മ്യൂണിറ്റി സെന്റർ. നമ്മളെ ഓഡിറ്റോറിയം എന്ന് പറയത്തുള്ളൂ. കല്യാണം കഴിക്കണ പിന്നെ ഓഡിറ്റോറിയം. ഓ, കല്യാണം എവിടെയാ? ഓ, അപ്പൊ ഗൈസ് ഇത് അല്ലല്ല, ഇത് റിഹേഴ്സലിന് വേണ്ടി സ്ഥലമാണ്. കല്യാണം വേറെ സ്ഥലത്താണ്. എനിക്കറിയത്തില്ല. ഞാനോർത്ത മറ്റേ പുല്ലിന്റെ ഒക്കെ ഇങ്ങനെ മറ്റേ വലിയ ഓപ്പൺ ഫീൽഡിലൊക്കെ നമ്മൾ കനേഡിയൻസ് കാണാറില്ല. അതൊക്കെ നമ്മുടെ ആഗ്രഹം മാത്രം. കൊള്ളാം, പണിയെടുക്കൂ. ഇവിടെ റിഹേഴ്സലാണ്. ഒരു പണിയെടുക്കാൻ ആളെ വേണം. ഇവിടെ കമ്മ്യൂണിറ്റി സെന്റർ ഫ്രീ ആണോ? ഫ്രീ അല്ല, കുറച്ച് പൈസ ഉള്ളൂ. ആണോ? മണിക്കൂറിന് $50 അങ്ങനെ ഉണ്ട്. ഓ, എത്ര മണിക്കൂർ എടുക്കും? 5 10 10 മണിക്കൂർ $500 ഉണ്ട്. മറ്റേത് 2500 കൊടുക്കണം. ഇത് ബ്രോക്കണാ? Yeah, give me a hand too. Sure. Oh, this one is okay, bro. I can handle. Guys, hey guys, അങ്ങനെ നമ്മൾ കല്യാണ പെണ്ണിനെ കാണാൻ പോവാണ്. കല്യാണ പെണ്ണ് വന്നിട്ടുണ്ട്. കല്യാണ പെണ്ണ്, say hi. Say hi to my vlog. Manavati, Malayalam is Manavati. You met him. സുഖമാണോ? സുഖമാണ്. No, I haven't really met. I haven't met Joel in person. Hi. No. Ronald, No, nice to it's meet not you. Joel, it's Joel. He just pronounced it that way. I don't know. Joel. Gosh, എന്നെ ആരാ വിളിക്കുന്നത്? sorry, I haven't. Yes, I I got don't it. know. Donnie. And Donnie. You know me. You're a lot taller than I. You expected, eh? Yeah. I get that all the time. No, you are. ഗൈസ്, അങ്ങനെ നോവ സ്കോഷ്യ വന്ന് നമ്മുടെ ചേട്ടൻപള്ളിനെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പപ്പി, നോവ സ്കോഷ്യയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല സ്ഥലമാണ്. ഹാലിഫാക്സിലേക്കും അല്ല, ഹാലിഫാക്സ് ഈ സ്ഥലത്തിന് വരുന്ന ന്യൂമിനാസ് അല്ലെങ്കിൽ നോവ സ്കോഷ്യയിലേക്ക് മാറുന്ന ആൾക്കാരുടെ എന്താണ് നിനക്കൊരു ഒപ്പീനിയൻ ഉള്ളത്? എന്താ പറയാനുള്ളത്? ഫസ്റ്റ് തുടക്കത്തിൽ, അതായത് ഗവൺമെന്റ് തുടക്കത്തിൽ മൂവ് ചെയ്യുന്നത് ബെസ്റ്റ് പ്ലേസ് ആണ് PR കിട്ടാൻ വേണ്ടിയിട്ട്. അറ്റ്ലാന്റിക് ട്രയൽ പ്രോഗ്രാമും പിന്നെ അല്ല പ്രോവിൻഷ്യൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി മൂവ് ചെയ്താൽ നല്ല സ്ഥലമാണോ? സെറ്റിൽ ചെയ്യാൻ നല്ല സ്ഥലമായിരിക്കുമോ? ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ചെലവാണ്, ടാക്സും, അതാണ് പ്രശ്നം. പക്ഷേ PR-ന് വേണ്ടി മൂവ് ചെയ്യുന്നതിന് സീനില്ലല്ലോ. PR-ന് വേണ്ടിട്ട് മൂവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നല്ല എന്തെങ്കിലും നല്ല ജോലിയൊക്കെ ആണെങ്കിൽ PR കിട്ടും, ഗ്യാരണ്ടീഡ് ആണ്, ഏറെക്കുറെ ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ ഒരു 2 വർഷം മുന്നേ വരണം, ലാസ്റ്റ് ടൈം ഒന്നും അതിനെ കിട്ടത്തില്ല. ഏതൊക്കെ പ്രോഗ്രാം ആയിരിക്കും നിന്റെ അറിവില്? അവിടെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ AIP ഉണ്ട്, പിന്നെ നോർമൽ PNP ഉണ്ട്, ഓപ്പർച്യൂണിറ്റി സ്ട്രീം ഉണ്ട്, അങ്ങനെ കുറെ സ്ട്രീം ഉണ്ട്. എല്ലായിടത്തും സ്ട്രീം ഉണ്ട്. പിന്നെ എംപ്ലോയിമാർക്ക് നേരിട്ട് ഹയർ ചെയ്യാത്ത സ്ട്രീമുകളുണ്ട്, കുറെ സ്കീമുകളുണ്ട്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിലേ എടുക്കും പ്രോസസ്സിങ്ങിന്. 1 വർഷത്തെ കോട്ട കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷമൊക്കെ ഡിലേ എടുക്കും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മൊത്തത്തിലുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ടൗൺ. ഒരു കുഞ്ഞ് ടൗൺ ആയിരുന്നു. ഞങ്ങളിപ്പോഴും മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇതാ ഇറങ്ങി. നമ്മൾ നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോവുക. വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് ഡേവിഡിൻ്റെ കല്യാണ പരിപാടിയുടെ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ടൗൺ കേട്ടോ. ഗായ്സ്,
അങ്ങനെ ജോഷു എടുത്ത Airbnb നോവാസ്കോഷ്യയിലെ ഏതോ കാട്ടുമുക്കിലുള്ള ഒരു Airbnb ഒരു കാട്ടുമുക്കിലുള്ള Airbnb. അയ്യോ ഇത് അടച്ചിടണോ അല്ലേ? അതായത് നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഗൈസ് ബെഞ്ചി മരുന്ന് വാങ്ങുന്നു. ഇന്നത്തെ മരുന്ന് പറഞ്ഞതിന്റെ ഒന്ന് കാര്യമാക്കരുത്, സോറി. ഇതാ ബെന്റന്റെ വണ്ടി, എടാ ബെന്റന്റെ വണ്ടി ഇതിന്റെ അകത്താണോ താമസിക്കുന്നത്? എടാ ഇവിടെ പഴയ കാട്ടുവണ്ടിയൊക്കെ കിടപ്പുണ്ട്. എടാ ഇത് ഇവിടുന്ന് കാണിക്കുന്നുണ്ട് ചോദിച്ചേ. വൈമാനുള്ള ഇതെന്നാടാ ഇതിൽ കുഞ്ഞു സെറ്റപ്പാണല്ലോ. ഭയങ്കര നാച്ചുറലാ. കയാക്കണ്ട ബെർണോ, ഹൗ ഡു യു ഫീൽ? ഇന്ന് ജോയൽ കയാക്കിങ് എന്ത് കേറില്ല, അതിന് വേണ്ടി ജോയൽ കയാക്കിങ്ങിന് പോകാൻ ഇറങ്ങി. ഇതേതോ കുളം പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്, കെട്ടിക്കിടക്കുക വെള്ളം. അവിടെ ഇതൊരു സ്വാമ്പ്. ഇന്ന് കയാക്കടിക്കട്ടെ, ജോലി ഇപ്പൊ തന്നെ ഇറങ്ങി പോണം. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഭ്രാന്ത്, അത് ഉരുണ്ട് പോവും, നീന്തി പോവും. കയാക്കില് പാറ്റൊക്കെ ഉണ്ട് കേട്ടാ. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടോ? ലൈഫ് ജാക്കറ്റ് നീ മുങ്ങിയാ നീ ചത്ത് ചാവ് നീ. ഇപ്പൊ മുള്ളല്ലേടാ. എടാ വീഡിയോ എടുക്കുമ്പോഴാണ് മുള്ളണ. ആ മുള്ളിക്കോ എടാ ഇങ്ങോട്ട് മുള്ളല്ലേ, മീൻ ചാകും. ഞാൻ മുള്ളണമൊന്നുമില്ല. അതന്നെ ഞാൻ അവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ച ഗൈസ്. അങ്ങനെ നമ്മൾ നോവാസ്കോഷ്യയിലൊരു സ്ഥലത്തിന്റെ പേരുണ്ടായിരുന്നു, Airbnb-യിൽ എത്തിയിരിക്കുകയാണ്. ബിയറിലെത്തിയത് നല്ല സ്ഥലം കേട്ടോ, സെറ്റ് സ്ഥലം. ഇതാ ഇവിടെ മരം ഉണ്ട്, ഇത് എന്തൊക്കെയോ. എടാ നമ്മള് കഴിഞ്ഞ വട്ടം പോയ സ്ഥലം പോലെ ഉണ്ട്. വീടിനകത്ത് കയറിയാ എങ്ങുണ്ട്? ഓ ഇൻസൈഡ് ഇസ് ഓക്കെ. ഉണ്ടോ? Bro, I think we should take our shoes off. It's gonna get dirty. Let's see the... Oh, there's plenty of water. There's plenty of drinking water. There's a binocular. എടാ നല്ല ബൈനോക്കുലർ ഉണ്ടാ. ഡേവിഡ് ഇരുന്ന ഡേവിഡ് നമുക്ക് ഇത് ഇതാവും, സീനാണ്. ബൈനോക്കുലർ വാഷ്റൂം 2 എന്തിനാ? ബങ്ക് ബെഡ് ഉണ്ടാ? കൊള്ളാട്ടോ, I like it. ചൂടാക്കാനുള്ള സാധനം, മരം, തടി, വാഷ്റൂം. You guys are putting shoe inside, man. Stupid people. Sorry. Oh, there's air conditioning here. Oh, there's another bed here. അങ്ങോട്ട് ക്യാമറ കൊണ്ട് വരില്ലേ? അതിന് നോക്കുവാണെങ്കിൽ
എന്റെ വീഡിയോ യൂട്യൂബിൽ വരുവാടാ. മൂത്രത്തിന്റെ മണം എങ്ങനെയുണ്ട് സ്പോട്ട്? അവര് മറ്റേ ബൈനോക്കുലറിലും കൂടെ നോക്കുവാണ് സെറ്റ് ആയിരിക്കും. ഹായ് ഗായ്സ്, നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഫ്രീ ഇവിടെ എല്ലാം എന്ന് വിചാരിക്കും, പക്ഷെ ഇതൊരു പട്ടിക്കാടാണ്. ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നാട്ടിലത് ഇടുക്കിയിലത് ഗുദാവി പോയാലൊക്കെയാണ് തോന്നിയത്. മൊത്തം മഞ്ഞായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ കയറാനാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കാല് വെള്ളത്തിലിറക്കി വെച്ചിട്ട് രണ്ടാമത്തെ കാലം ഇറക്കുക, ഒരു കാല് വയ്ക്കുക, നേരെ ബാലൻസ് ചെയ്യുക, ഓക്കെ ആണോ നോക്കുക, ഇരിക്കുക. കമോൺ. അയ്യോ എടാ, യൂട്യൂബിലെ കണ്ടന്റ് ഉണ്ടാക്കണേ ഞാൻ, മനസ്സിലായില്ലേ? ഇനി കൈ കൊണ്ട് തോന്നിയോ? അയ്യോ നല്ല ചെളിയുണ്ട് ഇവിടെ. ഇനി കയാക്കി കയറുന്ന ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾ വെള്ളത്തിൽ മറിഞ്ഞു വീണ കയാക്കി കയറണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിൽക്കലാണ് കയറണ്ട കേട്ടാ, നിൽക്കണ. $1 million വ്യൂ.